നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അടിയൻ്റെ മേലും ശ്രോതാക്കളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വായ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ അറിവ് ഞങ്ങൾക്ക് തരണമേ. വചനത്തിൻ്റെ ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ശ്രോതാക്കളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സജീവമായ ഈ വാക്കുകൾ കർത്താവ് ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തണം. അനേകരെ കർത്താവിലേക്ക് തിരിയാനും യേശു കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കാൻ ഉതകത്തക്കവണ്ണം അവരെ പരിവർത്തനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സമർപ്പിക്കുന്നു. ആത്മനിർവൃതി തരണമേ, നീ വാക്കുകളെ തരണമേ, നീ തന്നെ സംസാരിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് 13 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 13, 14 ഞാൻ വായിക്കുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന് പ്രത്തോറിയം മുഴുവനിലും ശേഷം എല്ലാവർക്കും സുവിദിതമാണ്. മിക്ക സഹോദരന്മാർക്കും എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കാൻ ആൾക്കാർ കൂടുതൽ സന്നദ്ധരായിരിക്കാൻ കാരണം അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു പൗലോസ് ബന്ധനസ്ഥനാണ്. ഇപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് അവർ പ്രസംഗിക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ചിലർ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ താല്പര്യം കാണിക്കുക സന്തോഷത്തോടുകൂടി. മറ്റ് ചിലർ പൗലോസ് തൽക്കാലം അവിടെ ഇല്ലാത്തതുകൊണ്ട് പൗലോസിനെതിരായിട്ട് അസൂയ മൂലം ചില പ്രവർത്തകരും ഇറങ്ങിയിട്ടുണ്ട്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. പൗലോസ് പ്രത്തോറിയത്തിലെ കാവൽക്കാരുടെ കസ്റ്റഡിയിലാണ്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. ക്രിസ്തുവിന് വേണ്ടിയാണ് പൗലോസ് കാരാഗ്രഹവാസം അനുഭവിക്കുന്നത് എന്നവർക്കറിയാം. ചങ്ങലയാൽ ബന്ധിതനായിരുന്നപ്പോഴും പൗലോസ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരുന്നു. ബന്ധിതനായി കിടക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് പ്രവർത്തിക്കുവാൻ പൗലോസ് ധൈര്യം കാണിച്ചു. പ്രത്തോറിയം എന്നൊരു വാക്ക് നാം പരിചയപ്പെട്ടിരിക്കാം. റോമൻ പട്ടാള ക്യാമ്പിലെ പ്രത്തോറിൻ്റെ കൂടാരത്തെയാണ് ആദ്യമൊക്കെ പ്രത്തോറിയം എന്ന് പറഞ്ഞിരുന്നത്. പിൽക്കാലത്ത് റോമൻ പ്രവിശ്യയിലുള്ള ഗവർണർമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ താമസ സ്ഥലം എന്ന് അർത്ഥം വന്നു. പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിനെ കുറിച്ച് ബൈബിളിൽ ഒരു സൂചനയുണ്ട്. യേശുവിനെ വിസ്തരിക്കാൻ നേരത്ത് പ്രത്തോറിയത്തിലോട്ട് ആൾക്കാർ കയറാതെ നിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് എഴുതിയിരിക്കുന്നു. മർക്കോസ് 15:16. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അപ്പോൾ അത് ആ വാക്ക് ഒന്ന് പരിചയപ്പെടുത്താനാണ് അത് ഞാൻ വായിച്ചത്. മത്തായി, ലൂക്ക, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നിവിടയിലെല്ലാം ഈ പ്രത്തോറിയത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. എഫേസ്യയിൽ അവിടുത്തെ ഗവർണർക്ക് സേവനം ചെയ്യുന്ന പട്ടാളക്കാരെയാണ് പ്രത്തോറിയം കാവൽക്കാർ എന്ന് പറയുന്നത്. റോമിനെ സംബന്ധിച്ച് റോമിൻ്റെ മതിലുകൾക്ക് വെളിയിൽ താമസിക്കുന്ന ചക്രവർത്തിയുടെ കാവൽക്കാരെയാണ് പ്രത്തോറിയം കാവൽക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ കാലക്രമേണ ഉണ്ടായ ചില അർത്ഥഭേദങ്ങൾ ഈ പ്രത്തോറിയം എന്ന വാക്കിന് വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. താൻ ചങ്ങലകളാൽ ബന്ധിതനായത് ഇസ്രായേലിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ പ്രതിയാണ്. അത് പൗലോസിന് നന്നായിട്ടറിയാം. യേശു തന്നെയും
ചങ്ങലകളാൽ ബന്ധിതനായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മത്തായി 27:2 അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധിപതിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. ചങ്ങലകളാൽ ബന്ധിച്ചാണ് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. യെരമ്യാ പ്രവാചകൻ വലിയ പ്രവാചകനാണ്, പക്ഷേ അദ്ദേഹവും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. യെരമ്യാ 40:1 ജെറുസലേമിൽ നിന്നും യൂദായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്ന് ജെറമിയായെ റാമായിൽ വെച്ച് സേനാനായകനായ നെബൂസരേദാൻ സ്വതന്ത്രനാക്കി. സേനാനായകൻ ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ ജെറമിയായെ സ്വതന്ത്രനാക്കി. വരാനിരിക്കുന്ന ഏലിയ എന്ന് വിശേഷിക്കപ്പെടുന്ന യോഹന്നാൻ സ്നാപകന് ബന്ധനസ്ഥനായി തീർന്നു. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ 6:17 ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി ഇരുന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 12:6 പറയുന്നു, പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പൗലോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഉറങ്ങുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പരമാർത്ഥമാണ്. അനേകർ ഇന്നും എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ദുഃഖിക്കുന്നവരുണ്ട്. കർത്താവിൽ പൂർണ്ണ ശരണപ്പെട്ട് എൻ്റെ കാര്യമെല്ലാം ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഏത് പ്രതിസന്ധിയിലും ചങ്ങലകളുടെ നടുവിലാണേലും ഉറങ്ങുവാൻ സാധിക്കും എന്ന് ഓർത്തോണം. ഇനി 1:15 വാക്യം ഞാൻ വായിക്കുകയാണ്. ചിലർ അസൂയയും മാത്സര്യ നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. എന്താണ് പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗ വിഷയം ക്രിസ്തു തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മൾ എന്തെങ്കിലും പ്രസംഗിക്കുന്ന കാര്യമല്ല, നമ്മൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം. മറ്റെന്തെല്ലാം സബ്ജക്റ്റുകൾ നമുക്ക് പ്രസംഗിക്കാൻ അറിയാമായിരിക്കും, അത് പറയുന്ന കാര്യമല്ല. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. 2 കൊരിന്ത്യർ 1:19 വാക്യം പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമോഥെയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലേയും ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. ഞാനും സിൽവാനോസും പ്രസംഗിച്ചു. എന്തോ പ്രസംഗിച്ചത്? ദൈവപുത്രനായ യേശു ക്രിസ്തു. അതാണ് ടോപ്പിക്ക്, സബ്ജക്റ്റ്. അതാ ദൈവപുത്രനായ യേശു ക്രിസ്തു. അതിനാ പ്രസംഗിക്കുന്ന വിഷയം, വേറെ ഒന്നുമല്ല. എപ്പോഴും യേശു ക്രിസ്തു അതേ അല്ല, അങ്ങനെ മറിച്ചൊന്നും പറയത്തില്ല. എപ്പോഴും അതേ, യെസ്. അത് നമ്മൾ ഓർത്തോണം. നമ്മൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവനെ അങ്ങോട്ട് ഞാൻ പരമേൽപ്പിക്കുന്നു, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സാഹചര്യങ്ങളെയൊക്കെ കർത്താവ് എല്ലാം ക്രമീകരിച്ച് തരണമേ. പ്രാർത്ഥിക്കുമ്പോൾ അതെ, യെസ് എന്ന് ഉത്തരം മാത്രമേ കർത്താവിന്. ഇല്ല, എനിക്ക് തരാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറയത്തില്ല. എപ്പോഴും യെസ്. ചോദിച്ചാൽ മതി, കിട്ടും. ചോദിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. എപ്പോഴും അതേ, യെസ്. അത് മാത്രമേ ഉള്ളൂ, ചോദിച്ചാൽ മതി. 2 കൊരിന്ത്യർ 11:4 പൗലോസ് ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുകയോ
നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊള്ളേണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങിയായിരിക്കും ചെയ്യുക. സൂക്ഷിച്ചോണമെന്ന്. പൗലോസ് പ്രസംഗിച്ചതല്ലാതെ വേറെ രീതി പ്രസംഗിക്ക് ആൾക്കാരിങ്ങനെ വരും. കീഴടങ്ങി പോകരുത്. ഇതാണ് പൗലോസ് പറയുന്നത്. അതിപ്പോഴും നമുക്ക് പൗലോസ് പറഞ്ഞ അതുപോലെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ്. ബൈബിളിൽ പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. വേറെ രീതിയിലൊന്നും പോകരുത്. അതിന് കീഴടങ്ങിയും വരുത്. ഈ പൗലോസ് പ്രസംഗിച്ച സബ്ജക്റ്റാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ. അപ്പോൾ യേശുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സബ്ജക്റ്റ് യേശു തന്നെ ആയിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 8:5 ഇങ്ങനൊരു വാക്യം നാം വായിക്കുന്നു. പീലിപ്പോസ് സമറിയായിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ക്രിസ്തുവാണ് പ്രസംഗ വിഷയം. 1 തിമോഥെയോസ് 3:16 പൗലോസ് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർഗദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു, മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സുവിശേഷം. അവൻ വന്നു, നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു, മഹത്വത്തിലേക്ക് കയറി. ഏവൻഗേലിയോൻ എന്ന വാക്കാണ് പൗലോസ് ഈ സുവിശേഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിനെ പറ്റിയുള്ള സത്വാർത്ത എന്നാണ് ക്രിസ്തീയമായി അതിന് അർത്ഥം വച്ചിരിക്കുന്നത്. ഏവൻഗേലിയോൻ. ആദ്യകാല ക്രിസ്തീയ സമൂഹത്തിൽ ഈ വാക്ക് വികസിപ്പിച്ചെടുത്തത് പൗലോസ് തന്നെ ആകാനാണ് സാധ്യത. പുതിയ നിയമത്തിലെ മറ്റേതൊരു എഴുത്തുകാരേക്കാളും കൂടുതലായി ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസാണ്. എവാൻഗേലിയോൻ. കണക്കുകൾ കാണിക്കുന്നത് ലേഖനത്തിൽ തന്നെ 54 പ്രാവശ്യം എവൻഗേലിയോൻ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തു സംഭവം വ്യക്തിപരമായി പൗലോസ് അവതരിപ്പിച്ചതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സംഭവം, ക്രിസ്തു ജനിച്ചു, മരിച്ചു, നമുക്ക് വേണ്ടി ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ആ കാര്യങ്ങൾ ആണ് വിശദീകരിക്കുന്നത്. പൗലോസ് വേറെ ചില വാക്കുകളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ സുവിശേഷം, റോമർ 2:16, 16:25. ഈ വിഷയം ഇത് തന്നെയാണ്. പക്ഷേ എൻ്റെ എന്ന് പറയാൻ കാരണം ഞാൻ പ്രസംഗിച്ചല്ലാതെ വേറെ രീതി പ്രസംഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഞങ്ങളുടെ സുവിശേഷം 1 തെസ്സലോനിക്ക 1:5 എന്ന് പറയുമ്പോൾ മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സുവിശേഷമെന്നല്ല. പൗലോസിന് ഒരു സുവിശേഷമേ അറിയത്തുള്ളൂ. അത് ഗലാത്യ 1:6 പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറയുന്ന ഒരു സുവിശേഷം, അതിൻ്റെ അകത്ത് തെറ്റിച്ച് വേറെ ആരും പറയരുതെന്നുള്ളത് കൊണ്ടാണ് എൻ്റെ സുവിശേഷം എന്നൊക്കെ പൗലോസ് എടുത്ത് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാ. ഗലാത്യ 1:8. യേശു പറയുകയും ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതായിരുന്നില്ല പൗലോസിൻ്റെ സുവിശേഷം. ആ സംഭവങ്ങളൊന്ന് പറയുക മാത്രമല്ല, അതല്ല സുവിശേഷം. അവനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എന്നത് യേശുക്രിസ്തു തന്നെയായിരുന്നു. പൗലോസ് സംക്ഷിപ്തമായി പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം 1 തെസ്സലോനിക്ക 3:2, ഗലാത്യ 1:7. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം 2 തെസ്സലോനിക്ക 1:8. അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം റോമ 1:9. ഇങ്ങനെയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. കൊറിന്ത്യർ 15-ാം അധ്യായം 4 മുതൽ 7 വരെ.
ഈ സുവിശേഷത്തിൻ്റെ ഒരു രൂപം, നക്കൽ എന്ന് നമുക്ക് വേണേൽ പറയാം, അവിടെ കൊടുത്തിട്ടുണ്ട്. കൊറിന്ത്യർ 15:4-7 ഉയിർപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് റോമർ 15. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ മരണവും ഉയർപ്പും ഒക്കെ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റോമർ 1:16 ഒറ്റവാചകത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നു: വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ഗോഡ്സ് പവർ. എന്തിനുള്ള ശക്തി? അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അങ്ങനെ ബലം പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ തള്ളി രക്ഷയിലേക്ക് കൊണ്ടുപോകും. സുവിശേഷം കേൾക്കണം. രക്ഷയുടെ സത്വാർത്തയിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ വിശ്വാസികൾ മുദ്രയിടപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ്. സുവിശേഷത്തിൽ കൂടി മനുഷ്യന് രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ് രക്ഷ. വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ് രക്ഷ. യഹൂദർക്കും ഗ്രീക്കുകാർക്കും ലഭിക്കും. കർത്താവായ യേശു എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. വിശ്വാസത്തിൽ കൂടിയും വിജാതിയർ നീതീകരിക്കപ്പെട്ടു. എങ്ങനെയാണ് ഈ വിജാതിയരൊക്കെ നീതീകരിക്കപ്പെട്ടത്? അവർ വിശ്വാസത്തിൽ കൂടി നീതീകരിക്കപ്പെട്ടു. ഈ കാര്യം അബ്രാഹത്തോട് നേരത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ദൈവം. ഇനി നമ്മൾ അടുത്ത വചനങ്ങളിലോട്ട് പോവുകയാണ്. 16, 17, 18. പലരും പ്രസംഗിക്കാനായിട്ട് റെഡിയായിട്ടുണ്ടെന്ന് പൗലോസ് പറഞ്ഞല്ലോ, അവരുടെ കാര്യമാണ്. ഇവർ സ്നേഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം. 17-ാം വാക്യം: ആദ്യത്തെ കൂട്ടർ കക്ഷി മാത്സര്യം മൂലം എൻ്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എനിക്ക് ബന്ധനത്തിൽ കുറച്ചുകൂടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഒരാത്മാർത്ഥതയും ഇല്ലാതാണ് ചിലർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. 18-ാമത്തെ വാക്യം: എന്നാൽ എന്ത് ആത്മാർത്ഥത കൂടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാ വിധത്തിലും ക്രിസ്തു ആണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പേരിലാകാം, ആത്മാർത്ഥതയോടെ ആകാം. എന്നാൽ ചിലർ കക്ഷിമാത്സര്യത്തോടും കാപട്യത്തോടും ആണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അത് പാടില്ല. എങ്കിലും ഈ അവസരങ്ങളിലെല്ലാം ക്രിസ്തു തന്നെയാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത് എന്നതിൽ പൗലോസ് സന്തോഷിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ പോലും കാപട്യം കാണിക്കുന്നവരുണ്ട്. ദൈവത്തിന് മുമ്പിൽ അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഹൃദയത്തിൽ കാപട്യം ഉണ്ട് എന്നുള്ളതൊരു കാര്യം അവർക്കറിയാമായിരിക്കും. സങ്കീർത്തനം 78-ന്റെ 35 78-ന്റെ 35, 36, 37 വാക്യങ്ങൾ: ദൈവമാണ് ഞങ്ങളുടെ അപേക്ഷയില എന്നും അത്യുന്നതനായ ദൈവമാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നതെന്നും അവർ അനുസ്മരിച്ചു. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു,
അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോടെ വിശ്വസ്തത പുലർത്തിയില്ല. അങ്ങനെയുള്ള ഹൃദയത്തോട് സ്തുതിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലത്. മലിന ഹൃദയമുള്ളവരുണ്ട്. അതിനെക്കുറിച്ച് സുഭാഷിതങ്ങൾ ഇങ്ങനെ ഒരു വചനം എഴുതിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 26, 23, 24 വാക്യങ്ങൾ. മലിന ഹൃദയം മറച്ചു വയ്ക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിൻ്റെ പുറത്തിങ്ങനെ കാണിച്ചിരിക്കുന്ന മിനുക്കുപണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൾ കൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എസെക്കിയേൽ 33:31 പറയുന്നു, അവർ കൂട്ടമായി നിൻ്റെ അടുക്കൽ വരും, എൻ്റെ ജനമെന്ന പോലെ നിൻ്റെ മുമ്പിലിരിക്കും, നിൻ്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും. പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു, അവരുടെ ഹൃദയം സ്വാർത്ഥലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഇനി ഞാൻ 19 വാക്യത്തിലോട്ട് കടക്കുകയാണ്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താലും ഇത് എനിക്ക് മോചനത്തിനായി പരിണമിക്കുമെന്ന് ഞാൻ അറിയുന്നു. ബന്ധനസ്ഥനായി കിടക്കുകയാണ്, മോചനം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താൽ എനിക്ക് മോചനം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൗലോസിന് കാരാഗ്രഹത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പൗലോസ് അറിയുന്നു. അറിയാൻ 2 സംഗതികളുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ പ്രാർത്ഥന, അതാണ് ഒരു കാരണം. ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസിന് അറിയാം. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം അരുളും എന്ന് പൂർണ്ണമായി പൗലോസിന് ഉറപ്പുണ്ട്. വിശ്വാസികളുടെ കൂട്ടായ്മയിലുള്ള ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉത്തരം അരുളും. റോമർ 15:30-31 വാക്യങ്ങളിൽ, സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് വിശ്വാസികളോടാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ സഹവിശ്വാസികളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് മടിച്ചു നിൽക്കണ്ട. 1 തെസ്സലോനിക്ക 5:25, സഹോദരരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പൗലോസ് സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥനയുടെ രീതി. എഫേസസ് 1:15, 16, 17 വാക്യങ്ങളിൽ, കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പൗലോസും പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി. സഭ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും കൂടെ. അതിൻ്റെയൊക്കെ പ്രാധാന്യം ബൈബിളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മത്തായി 18:19 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്,
വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നിറവേറ്റിത്തരും. യോജിച്ച് പ്രാർത്ഥിക്കണം, രണ്ടുപേരെങ്കിലും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 23 24 വാക്യങ്ങളിൽ പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിലായിരുന്നു. മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യമാണ്. മോചിതരായ അവർ, പത്രോസും യോഹന്നാനും, സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യം ജനങ്ങളെ, വിശ്വാസികളെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ ആദരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരാകുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന്? അവരങ്ങനെ എല്ലാവരും കൂടെ ഏകമനസ്സോടാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ടായിരിക്കും. യോജിച്ച് വേണം പ്രാർത്ഥിക്കാൻ, ഒരേ മനസ്സോടെ. ഒരു കാര്യം വേണമെന്നാണെങ്കിൽ വേണമെന്ന് എല്ലാവരും കൂടെ പറയണം. ഒരാൾ വേണമെന്നും മറ്റേ കൊടുക്കല്ലേ എന്നും മനസ്സ് വിചാരിച്ചാൽ ഐക്യമില്ലല്ലോ. ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വിജയിക്കാനുള്ള ചില സൂചനകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. യേശയ്യ 58:9 പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അങ്ങനെ ചെയ്തൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ജെറമ്യ 29:13 പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. മൂന്നാമതൊരു പ്രധാന സംഗതി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ കിട്ടിയെന്ന് വിശ്വസിക്കണമെന്നാണ്. മർക്കോസ് 11:24 പറയുന്നു, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തും ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത് പ്രാർത്ഥിച്ച് അത് തരുമോ എന്ന് സംശയിക്കണ്ട. കാര്യം കർത്താവിന് കയ്യിലതുണ്ട്. തരാൻ മനസ്സുള്ളവനാ, ചോദിച്ചാൽ മതി, തരാമെന്ന വാക്കുണ്ട്. തരും തരും തരും. നാലാമത്തെ ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നീതിമാന്മാരായി ഇരുന്ന് പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. നീതിമാന്മാരുടെ പ്രാർത്ഥന കർത്താവ് തരും, ഫലദായകമാണ്. അതുകൊണ്ട് അവരോട് ചേർന്ന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് നീതിമാന്മാരായി മാറി അങ്ങ് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കിട്ടും. വേറൊരു പോയിൻ്റ്, നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം ദൈവത്തോട്. അനുസരണമുള്ളവനായിരുന്ന് പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 3:22, നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും, കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആവശ്യപ്പെടുന്നത് എന്തും കിട്ടുക തന്നെ ചെയ്യും. പ്രാർത്ഥിച്ചാൽ മതി. ഇനി നമുക്ക് ആ വാക്യത്തിലെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് ഒരു സൂചനയുണ്ട്. 1-2 കാര്യങ്ങളുടെ നമുക്കൊന്ന് ചിന്തിക്കാം അത് സംബന്ധിച്ച്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് പകരപ്പെടും.
ദൈവം നമ്മളിലോട്ട് വരും. ഇന്നലെ പെന്തക്കോസ്ത പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ നമ്മളിരുന്നത്. പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വരും. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഒരു വാഗ്ദാനമുണ്ട്. യെശയ്യാ 32:15 പറയുന്നു, ഉന്നതത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. ഒരു പ്രവചനം പറഞ്ഞിരിക്കുകയാണ് യെശയ്യാ. 2, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ജോയൽ പ്രവചനം 2:28, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ജോയൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുക. ഇനി ഇതാരാ തരുന്നത്? യേശുക്രിസ്തുവാണ് അതിൻ്റെ ദാതാവ്. മത്തായി 3:11 പറയുന്നു, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. യോഹന്നാൻ സ്നാപകനാണ് പറയുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്. ഇനി നമുക്ക് 20ാമത്തെ വാക്യത്തിലോട്ട് കടക്കാം. 1:20, ആകയാൽ എനിക്ക് ഒന്നിലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നും മറിച്ച് പൂർണ്ണ ധൈര്യത്തോട് എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്നും എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയും ഉണ്ട്. എനിക്ക് ഒന്നിനെക്കുറിച്ചും ലജ്ജിക്കേണ്ടി വരികയില്ല. ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ല. ഒന്നാമത്തെ പറഞ്ഞിരിക്കുക, നീതിമാന്മാർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനം 119:6 പറയുന്നു, അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കർത്താവിൻ്റെ ജനത്തിന് ലജ്ജിക്കേണ്ടി വരില്ല. ജോയേൽ പറഞ്ഞിരിക്കുന്നു, പ്രവാചകൻ 2:26, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തിയടയും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് റോമർ 9:33, ഇതാ തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും, യേശുക്രിസ്തു അത്, സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നാലാമത്തെ ഒരു കാര്യം, ക്രിസ്ത്യാനി എന്ന പേരിൽ പീഡ സഹിക്കുന്നവർ, അവർക്കും ലജ്ജിക്കേണ്ടി വരത്തില്ല. 1 പത്രോസ് 4:16, ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വേറൊരു സംഗതി, യേശുക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. 1 യോഹന്നാൻ 2:28-29, കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവീൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. ആറാമത്തെ ഒരു പോയിൻ്റ്, കർത്താവ് സഹായകനായിട്ടുള്ളവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഹെബ്രായർ 13:6. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഓർക്കണം. പൂർണ്ണ ധൈര്യത്തോടെ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് പൗലോസ് പറയുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ
നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നു. എഫെസോസ് 3:12 പറയുന്നു, അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്ക് ഉണ്ട്. അവനുള്ള വിശ്വാസം മൂലവും നമുക്ക് ധൈര്യമുണ്ട്, ദൈവത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കും എന്ന പ്രത്യാശ നമുക്കുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് മനോധൈര്യമുണ്ട്. എബ്രായർ 10:16 പറയുന്നു, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യം ഉണ്ട്. നമുക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം. എങ്ങനെ നോക്കും? യേശുവിൻ്റെ രക്തം മൂലം. എനിക്ക് പകരം അതാ കൊടുത്തിരിക്കുന്നത്. ആ രക്തമാണ് എന്നെ വിശുദ്ധീകരിച്ചത്. ഇനി ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എനിക്ക് തടസ്സമില്ല. എനിക്ക് ധൈര്യമായിട്ട് കയറാം. വേറൊരു സംഗതി, ആത്മധൈര്യം വരാൻ സ്നേഹം പൂർണ്ണത പ്രാപിക്കണം. സ്നേഹം പൂർണ്ണത പ്രാപിച്ചാൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകും. 1 യോഹന്നാൻ 4:17. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് എന്താ വേണ്ടത്? സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകും. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുണ്ടെന്ന് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, ദൈവമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? നീ പ്രത്യാശിക്കണമല്ലോ. ചിലർക്കൊരു സംശയമാണ്, കർത്താവ് രണ്ടാമത് വരുമോ എന്നുള്ളതിന് സംശയമുള്ളവരുണ്ട്. അല്ല, വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? സംശയമാണ്. നമുക്ക് പ്രത്യാശ വേണം. ഈ പ്രത്യാശ തരുന്നത് തന്നെ ദൈവമാണ്. സങ്കീർത്തനം 62:5 പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. ആദ്യത്തെ പാർട്ട് ശ്രദ്ധിച്ച്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറഞ്ഞതാണ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരെയും ചെയ്യുന്നവർ ആശ്വാസം കിട്ടാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ മതി. അവൻ നമ്മളെ ആശ്വസിപ്പിക്കും എന്ന യേശു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുക. വിഷമിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് കരയുന്നവർ, നിലവിളിക്കുന്നവർ, എവിടുന്നൊരാശ്വാസം കിട്ടും? കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ചെന്നാൽ അവൻ നമുക്ക് ആശ്വാസം തരും. അതവൻ്റെ വാഗ്ദാനമാണ്. പിന്നെ ജ്ഞാനം നേടണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനത്തെയാണ് ജ്ഞാനം എന്നുള്ള വാക്ക് ബൈബിളിൽ സാധാരണ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം നേടിയാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സുഭാഷിതങ്ങൾ 24:14, നിൻ്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. നമ്മുടെ നാവിന് തേൻ എന്നതുപോലെ നന്മേൽ ഭാഗം നല്ല രുചിയൊക്കെ തോന്നുമല്ലോ. ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അത് ജ്ഞാനം നേടിയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. ഇവിടെ ആത്മീയമായ തലത്തിലെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. ആത്മീയമായ ജ്ഞാനം നേടിയാൽ യേശുവിനെ നമുക്ക് കണ്ടുപിടിക്കാം. അവൻ്റെ ആ സന്നിധിയിൽ നമുക്ക് ചെല്ലാം. അവനാണ് രക്ഷകൻ എന്നുള്ള ആശയം, ആ വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിയും. അവനെ രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ, അത് ഏറ്റുപറയുമ്പോൾ നമുക്ക് സ്വർഗരാജ്യം നമുക്ക് അവകാശമാണ്. അപ്പോൾ നമുക്ക് ഒന്നിനും ലജ്ജിക്കേണ്ടി വരത്തില്ല. നമുക്ക് നല്ല ഭാവി ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ, നിത്യജീവൻ നമുക്ക് ലഭിക്കും. അത് ആത്മീയ തലത്തിൽ അത് പൂർണ്ണമായിട്ട് ശരിയാകുന്നത് പോലെ
ഈ ലൗകികമായ കാര്യത്തിൽ ഇതൊരു പ്രധാന സംഗതിയാണ്. ജ്ഞാനം പ്രാപിക്കണം, നല്ലൊരു ഭാവി ഉണ്ടാകും. ലോകത്തെക്കുറിച്ച് ആണ് ഞാൻ ഈ വാചകം പറഞ്ഞത്. സ്വർഗത്തിൽ ചെല്ലുന്ന കാര്യം ആത്മീയമായ അർത്ഥത്തിൽ നല്ല ജ്ഞാനം ഉണ്ടാകണം, നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നമ്മൾ പിള്ളേരോടും മക്കളോടും ഒക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മോനെ നന്നായിട്ട് പഠിക്കുക, നിനക്കൊരു നല്ല ഭാവി വേണോ, നല്ലൊരു ജോലിയൊക്കെ കിട്ടണ്ടേന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം അതാ. ജ്ഞാനം നേടണം, ഏതായാലും അതിൻ്റെ പ്രാധാന്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലും ഈ ജ്ഞാനം നേടുന്നത് ആവശ്യമാണ്. നല്ലൊരു ഭാവിക്ക് മടിയന്മാരായിട്ട് അലസരായിട്ട് പഠിക്കാതെ തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്നും സമയം കളയണ്ട, നന്നായിട്ട് പഠിക്കുക. അതാണല്ലോ കുട്ടികളുടെ ആ കാലഘട്ടത്തിൽ അവർക്കുള്ള പ്രത്യേക ദൗത്യം. മൂന്നാമത്തെ ഒരു കാര്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ബൈബിളിലെ വാക്യമാണ്. പലർക്കും നിരാശ ഉണ്ടാകുന്നതുകൊണ്ടാണ് ആത്മഹത്യ ധാരാളം ഉണ്ടാകുന്നു ഈ അടുത്ത കാലങ്ങളിൽ. പ്രത്യാശ ഉള്ള ഒരാൾക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഈ ലോകത്തിൽ വെച്ച കഷ്ടതകളുണ്ടാകും, പത്രോസൊക്കെ എടുത്ത് പറഞ്ഞതാണ്. പക്ഷേ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ വരാനിരിക്കുന്ന, നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലും, നമ്മളെ കൊണ്ടുപോകും എന്നുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി നമുക്കതുണ്ടെങ്കിൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്ത് കുറച്ച് കഷ്ടപ്പാട് വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. യാതൊരു കാരണം കൊണ്ടും നിരാശപ്പെടേണ്ട. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമർ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നിരാശപ്പെടേണ്ട. ഇവിടെ 2 സൂചനകൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ത്? പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ്, ദൈവം, സത്യത്തിൻ്റെ ആത്മാവ്, സഹായകൻ, വക്കീൽ, നമുക്കെല്ലാം പറഞ്ഞിരുന്ന ഉപദേഷ്ടാവ് നമ്മളിലുണ്ട്. പിന്നെ ഏത് വിഷയത്തെക്കുറിച്ച് അറിയത്തില്ലെന്നുള്ളതൊരു പ്രശ്നമല്ല. പറഞ്ഞു തരുന്നത്, നമ്മളെ നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവ്. അതിൽ കൂടുതൽ അറിവ് നമുക്ക് വരണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക. ദൈവം നമ്മളെ അങ്ങ് സ്നേഹിക്കുകയാണ്. ആ സ്നേഹം നമ്മളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തന്നത്. പരിശുദ്ധാത്മാവിനെ തന്നതുമൂലം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവം, നടത്തുന്ന ദൈവം, എല്ലാം ദൈവം നടത്തിത്തരും. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 1-13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇരുചങ്ങലകളാൽ ബന്ധിതനായി കിടന്നപ്പോൾ പോലും സുവിശേഷ വേലയെ സംബന്ധിച്ച് പൗലോസ് ഉത്സാഹപൂർവ്വം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം അതിശ്രേഷ്ഠമാണ്. ദൈവമാണ് നമ്മുടെ അഭയശില. കൂട്ടായിട്ടുള്ള ആ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന ശക്തി തരും. അത് നമ്മളിന്ന് മനസ്സിലാക്കി. വിജയകരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്നും അത് നാം മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൻ്റെ പകരപ്പെടലിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു, ധ്യാനിച്ചു. ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ധ്യാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത 164 എപ്പിസോഡിൽ ഫിലിപ്പിയർ 1:21 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ജീവിത ഭാരങ്ങളുടെ സമയത്ത് അവൻ നമ്മളെ മുന്നോട്ട് നയിക്കും. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.